ഒരു സപ്ലയർക്കുള്ള പേയ്മെൻറ്റ് ബിൽ ബൈ ബിൽ മാനേജ്മെൻറ്റ് അഥവാ ഓരോ ബില്ലിന് അഗെയിൻസ്റ്റ് ആ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. സോ അതിനാദ്യമായിട്ട് വേണ്ടത് നമുക്ക് സെറ്റിങ്സിൽ ബിൽ ബൈ ബിൽ മാനേജ്മെൻറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ്. സോ സെറ്റിങ്സിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഡാഷ്ബോർഡിൽ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും സെറ്റിങ്സ് ഉണ്ടായിരിക്കുക. സെറ്റിങ്സ് മെനു ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് കാണാൻ കഴിയും ജനറൽ എന്ന് തന്നെ ബിൽ ബൈ ബിൽ മാനേജ്മെൻറ്റ് അത് ടോഗിൾ ചെയ്യുന്നു. വൺസ് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് റീസ്റ്റാർട്ട് ദ ആപ്പ് എന്നുള്ള മെസ്സേജ് കാണാൻ കഴിയും. സോ ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അത് എഫക്റ്റീവ് ആവുക. ഓക്കെ, ഞാനിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കാണാം സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ബിൽ ബൈ ബിൽ മാനേജ്മെൻറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇനി നമുക്ക് പേയ്മെൻറ്റ്സ് എന്ന പ്രൊസീജിയറിലേക്ക് തന്നെയാണ് കിടക്കേണ്ടത്. സോ നമുക്കറിയാം ഡാഷ്ബോർഡിൽ ഇവിടെ പേയ്മെൻറ്റ് എന്നുള്ളതിലേക്ക് എത്തുന്നു. സോ അതിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ ആഡ് പേയ്മെൻറ്റ് എന്ന് കാണാം. ആഡ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നമുക്ക് നോർമൽ പേയ്മെൻറ്റ്സ് ചെയ്യുന്ന പോലെ തന്നെ സെയിം വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. സോ നമ്മൾ പേയ്മെൻറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ക്യാഷ് ഹാൻഡിൽ നിന്നാണ് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ക്യാഷ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ സപ്ലയർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സപ്ലയർ കൊടുക്കുന്ന എമൗണ്ട് ഫോർ എക്സാമ്പിൾ 6500 ആണ് ഞാൻ കൊടുക്കുന്നത്. സോ 6500 നറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പർച്ചേസിന് അഗെയിൻസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. ടിക്ക് ചെയ്യുന്നതോടുകൂടെ തന്നെ ഈ ഒരു ബിൽ വൈസ് എൻട്രി എന്നുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇവിടെ നമുക്ക് കാണാം ഓരോ ബില്ലുകൾ ഡ്യൂ ആയിരിക്കുന്ന ഓരോ ബില്ലുകളും ഇവിടെ കാണാൻ കഴിയും. ഇൻവോയ്സ് നമ്പർ 102 5000 റുപ്പീസ് ഡ്യൂ ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ 18-ാം തീയതി വന്നുള്ള 101 എന്ന ഇൻവോയ്സിൽ 10300 രൂപയും ഡ്യൂ ഉണ്ട്. സോ ഞാൻ 6500 കൊടുക്കുന്നതിൽ ഫസ്റ്റ് ബില്ലിലേക്ക് ഞാൻ 5000ഉം ബാക്കി വരുന്ന ബില്ലിലേക്ക് 1500ഉം കൊടുക്കുന്നു. സോ അത് ഈ രണ്ട് എമൗണ്ടും കൂടെ ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഏറ്റവും ബോട്ടം കോർണറിൽ 0 ഓഫ് 6500 നമ്മൾ ചിലവഴിച്ച 6500 രൂപയിൽ മുഴുവനും നമ്മൾ ഓരോ ബില്ലിന് അഗെയിൻസ്റ്റ് ചിലവഴിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും. സോ ഇനി സേവ് ചെയ്യുക. സേവ് ചെയ്യുന്നതോടുകൂടെ ജസ്റ്റ് ഇതുകൂടെ സേവ് ചെയ്യുന്നതോടുകൂടെ ആ എമൗണ്ട് അതാത് പർച്ചേസിൻ്റെ എമൗണ്ടിലേക്ക് ഡ്യൂവിലേക്ക് ക്ലിയറായി പോയിട്ടുണ്ടായിരിക്കും.